നമസ്കാരം. കെ ഫാമിലി, അതായത് കൃഷ്ണകുമാർ ഫാമിലി, ആ ഫാമിലിയെ കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോകൾ വിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഫാമിലി ഏറ്റവും കൂടുതൽ അഹങ്കാരി അതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ചുകൊണ്ട് പറയുന്നത് ദിയ കൃഷ്ണയാണ്. ഇന്ന് മാത്രമല്ല, നിങ്ങൾക്കത് മനസ്സിലായത് എന്നായിരിക്കും. മുമ്പേ എന്റെ വീഡിയോ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരം. അന്ന് വട്ടുപോലെ ആ ഒരു വാക്കുകളിൽ തന്റെ അഹങ്കാരം മുഴച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ദിയ കൃഷ്ണ. അതൊക്കെ എനിക്ക് ഒരുപാട് പൊങ്കാലയാണ്. ദിയ കൃഷ്ണ എന്റെ അമ്മയാണേ, ജയലളിതയെ പോലെയുള്ള എല്ലാവരും കൂടി വന്ന് എന്നെ പൊങ്കാലയിട്ട് എന്നെ തെറി വിളിച്ചത്. അവർക്കെല്ലാം ഇന്ന് അണ്ണാക്കിലടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി, അണ്ണാക്കിലടിച്ചുള്ള മറുപടി ഇന്ന് കൊടുത്തിട്ടുണ്ട്. താൻ ആരാണെന്ന് കൃത്യമായിട്ട് ദിയ കൃഷ്ണ ഇന്നത്തെ ആ വീഡിയോയിൽ മദേഴ്സ് ഡേ എന്ന് പറയുന്ന ആ ഒരു വീട്ടിൽ മെനിഞ്ഞാണ് ആ ഒരു വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അനിയത്തി ശരീര പ്രദർശനം ചെയ്ത് വയറും കാണിച്ച് മറ്റതും കാണിച്ച് ക്യാഷ് വാങ്ങുന്നു. അത് ഒരു സൈഡിൽ. അപ്പോ ഇതിനെല്ലാം കൂടി നമുക്ക് പറയാൻ പറ്റുന്നത് പാരന്റിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അമ്മയാണ് സത്യം പോലുള്ള കൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ പാരന്റ് ആസ് എ പാരന്റ് നിങ്ങൾ എപ്പോഴും എല്ലായിടത്തും ചെന്ന് വാതോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ എന്റെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയതെന്ന്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളെ വളർത്തിയതെന്ന് വളരെ കൃത്യമായിട്ട് ആ കൊച്ചു പെണ്ണ് അല്ലെങ്കിൽ താങ്കളുടെ ഇളയ മകൾ ആ ഒരു സംഭവത്തിലേക്ക് പോകണമെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ താങ്കൾ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോ ഈ പറയുന്ന മൂത്തത് പിന്നെ തുടക്കം മുതലേ അഹങ്കാരിയാണല്ലോ. ഇന്നലെ ഈ പറഞ്ഞ മദേഴ്സ് ഡേയിൽ വന്ന് വിളിച്ചു കൂവിയ പോക്രിത്തനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകൻ എന്നുള്ള നിലയിൽ ഏരായിക്കോട്ടെ രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു സമാധാനമില്ല എന്നുള്ളതാണ്. ഇതൊരു കേസ് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം തന്ത്യം കൂടെ നടക്കേണ്ട ആരെന്റെ മക്കളെ പറ്റി പറയുന്നു ഉടനെ ചെന്ന് കേസ് കൊടുക്കുക, പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ അവിടെ നിർത്തുക. ഒരു തേങ്ങയും ഇല്ല, ഒരു പേടിയും ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ധൈര്യമായി കൊണ്ട് കേസ് കൊടുക്കും. ഒന്നല്ല രണ്ടല്ല. കാരണം നിങ്ങളുടെ പാരന്റിങ് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ വിവരവും വിദ്യാഭ്യാസം കൊടുത്തിട്ട് കാര്യമില്ല. വിവരം എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് ഇല്ലാതെ പോകുന്നത് എന്നുള്ളത്. വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പി ഉണ്ട്. ആ കമന്റ് ബോക്സ് കംപ്ലീറ്റ് ഏതാണ്ട് എനിക്കൊന്ന് 10,000-4,000 കമന്റ് ഉണ്ട്. കംപ്ലീറ്റ് പൊങ്കാല, ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുറെ ഫേക്ക് ഐഡിയിൽ അവള് തന്നെ വന്ന് പിന്നീട് കമന്റ് ഇട്ട് അതിനെ എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ് എണ്ണവും ഈ പറയുന്ന അതാണ് നല്ല രീതിയിൽ പൊങ്കാല നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. എങ്ങനെയും പണം ഉണ്ടാക്കും. ചുമ്മാ അതല്ല മറ്റേ കുട്ടികൾ അടിച്ചുകൊണ്ട് പോയത്. ഇങ്ങനെയല്ലേ അവരുടെ തന്നെ പെരുമാറുന്നത്. മനസ്സിലായോ? എങ്ങനെ ഏത് ലെവലും പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ലക്ഷങ്ങളാണ് ഒഴിഞ്ഞു പോകുന്നത്. ലക്ഷങ്ങൾ. ഇപ്പോഴിരിക്കുന്ന 1.4 മില്യൺ ഇവരൊക്കെ ഒരു മകൻ തന്നെയാണോ? ആരെങ്കിലും ഒരാളെ നിങ്ങൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കരുത് എന്നുള്ളത്. പിടിച്ചു തൂങ്ങുന്നത്, അതായത് 1.5 മില്യൺ ആയിരുന്ന സബ്സ്ക്രിപ്ഷൻ ഇപ്പോ 1.4 മില്യൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആ ഒരു മെസ്സേജ് ഇവിടെ വായിക്കാം. ഫ്രം 1.5 മില്യൺ ടു 1.4 മില്യൺ 49, അതായത് ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർ ഇതിനോടകം പോയിട്ടുണ്ട് എന്നുള്ളത്. 1 ലക്ഷം പേര് തൊഴിഞ്ഞാൽ മാത്രമേ അത് അതിനകത്ത് പ്രതിഫലിക്കത്തുള്ളൂ. ഇനി പിന്നെ 1.49 എന്ന് പറയുന്നത് എന്താണ്, 1.3 ആകണമെങ്കിൽ 1.4 ആണ് പറയുന്നത്. 1.3 ആവണമെങ്കിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ആൾക്കാർ കുറയണം. അതുകൊണ്ട് ഇപ്പോഴും മാസീവ് ആയിട്ടുള്ള ഒരു ഡീഗ്രേഡ് അല്ലെങ്കിൽ ഒരു അൺസബ്സ്ക്രൈബ് ബട്ടൺ ഒരു ലോഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ വേണം. കാരണം ഇതുവരെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ ആര് ആണ് എന്ന്. ഇനി ഈ വിഷയം എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നതിന് മുമ്പ് ഈ വിഷയത്തെ കുറിച്ച് 2 വാക്ക് പറയാം. ഇപ്പോ അമ്മായി അമ്മയെ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന അവരോട് ഭയങ്കര സ്നേഹമാണ്. മാമി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹമല്ല, അവർ പുച്ഛത്തോടെയാണ് കാണും എന്നൊരു വാദമില്ല. അങ്ങനെ ഒന്നും ശരിയല്ല. എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫിന്റെ അമ്മയെ അമ്മയെന്നും വൈഫിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ വിളിച്ചിട്ടുള്ളത്. പക്ഷെ നേരെ മറിച്ച് എൻ്റെ വൈഫ് എൻ്റെ അമ്മയെ മാമി എന്നാ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് എൻ്റെ അമ്മയോട് ബഹുമാനക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ വൈഫിന്റെ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് ഞാൻ കാണുന്നു എന്നൊരു അർത്ഥം അതിനകത്തില്ല. കാരണം ആർക്കും സ്വന്തം അമ്മയെ പോലെ ആരെയും കാണാൻ നമുക്ക് അമ്മയെന്ന് വിളിക്കുന്ന ഒരു ബഹുമാനം കൊടുത്ത് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ മാമി എന്ന് വിളിക്കുമ്പോൾ ബഹുമാനം കുറവ് എന്നുള്ളത് അത് നമ്മൾ പഠിച്ചു വന്ന നമ്മൾ വിളിച്ചു വന്ന ആ ഒരു സാഹചര്യം അനുസരിച്ചിരിക്കും. ഇപ്പൊ എൻ്റെ വൈഫ് എൻ്റെ അമ്മയും മാമി എന്ന് വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൾക്ക് ഈ പറയുന്ന എൻ്റെ അമ്മയോട് ബഹുമാനം കുറവാണെന്നോ അങ്ങനെയെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല, അമ്മയും വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ അവളുടെ അമ്മയെന്ന് വിളിക്കുമ്പോൾ
എന്തോ അയ്യോ അവൻ എന്റെ മക്കളെ അങ്ങോട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് അവരും കരുതുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ജസ്റ്റ് വാക്കാണ്, ആൾക്കാർ വിളിച്ച് ശീലിച്ച വാക്കാണ്, അതങ്ങനെ വിളിക്കും. ഇവിടെ അതല്ല. ഇപ്പോ അമ്മായിയമ്മയെ ഈ പറയുന്ന പിന്നീട് മാമിയെന്ന് വിളിക്കുന്നതോ അമ്മയെന്ന് വിളിക്കുന്നതോ അതൊക്കെ അവരുടെ ഒരു ഇഷ്ടം ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞൊരു രീതിയുണ്ട്, മുന്നേ പറഞ്ഞൊരു രീതിയുണ്ട്. ആ രീതി നമുക്കൊന്ന് കണ്ടതിന് ശേഷം കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. ആ കമന്റും കൂടി നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മുടെ അഹങ്കാരിയായ നമ്മുടെ ദിയാ കൃഷ്ണയുടെ വാക്കുകളിലേക്ക് പോവാം. അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ ഇത്രയും സംബന്ധിച്ചു എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ മമ്മി എന്ന് വിളിക്കുകയോ അമ്മ എന്ന് വിളിക്കുകയോ എന്ത് വേണോ വിളിച്ചോ, അത് അവരുടെ ഇഷ്ടമാണ്. സമ്മതിച്ചു. അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുഴപ്പം വരുന്നത് തള്ളക്ക് വിളിക്കാതിരുന്നാൽ മതി. തള്ളക്കല്ലല്ലേ വിളിക്കുന്നത്. അപ്പൊ ആന്റി എന്ന് വിളിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അവർക്കെങ്കിലും അഭിമാനം, എന്റെ മകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് ബഹുമാനം കുറഞ്ഞു പോയെന്ന് ഒരു അമ്മമാരും വിശ്വസിക്കത്തില്ല, അല്ലെ അങ്ങനെ വിചാരിക്കത്തില്ല എന്നുള്ളതാണ്. ബാക്കി അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ ഇവിടെ വഴി നിൽക്കുന്ന എല്ലാവരെയും എന്നെ അച്ഛനും അമ്മ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഒരു മണ ബാക്കിൽ ഇരിക്കുന്നുണ്ട് അവന്റെ അമ്മയെ കുറിച്ച് പറയുന്നത്. അതായത് നിന്റെ അമ്മ വഴി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. നീ ഇത്രയും പറയും, നീ അമ്മ എന്ന് വിളിക്കുന്നതോ മാമി എന്ന് വിളിക്കുന്നതോ എന്താ മമ്മി എന്നോ കുമ്മി എന്നോ എന്ത് വിളിക്കുന്നത് നമ്മുടെ ആർക്കും വിഷയമില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ വാക്ക് വഴി നിൽക്കുന്നവരെ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അശ്വിന്റെ അമ്മയെ നീ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. നീ എങ്ങനെയാണ് കാണുന്നത്? വഴി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അശ്വിന്റെ അമ്മയെ കാണുന്നത് എന്നുള്ളത്. ഇതെല്ലാം കേട്ട് ഒരുത്തം ബാക്കി ഇരുന്ന് കൊച്ചിനെ താലോലിക്കുന്നത്. എനിക്ക് ഇതിനെ ജോലി എന്താണ്? കൊച്ചിനെ താലോലിക്കുക. അടുത്ത് തീർന്നില്ല, അഹങ്കാരം ഇവിടം കൊണ്ടും തീരുന്നില്ല എന്നുള്ളതാണ്. കൃഷ്ണകുമാറാണ് എന്റെ അമ്മ, സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല. കാരണം തോന്നി സത്യമാണ്, ഫാമിലി മൊത്തം ഭ്രാന്താണ്. നിനക്കാണ് ലോക ഭ്രാന്ത്, മനസ്സിലായോ? നിനക്ക് അതായത് സ്വന്തം അമ്മേനെ കയറി അമ്മ എന്ന് വിളിച്ച് നിനക്ക് ഭ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മാനസിക രോഗമുള്ള നിനക്കാണ്. നമ്മുടെ കുടുംബത്തിൽ മൊത്തം ഉണ്ട്. ഏറ്റവും കൂടുതൽ മുട്ടി നിൽക്കുന്നത് താങ്കൾക്കാണ്. ദിയാ കൃഷ്ണ എന്ന് പറയുന്നത് താങ്കൾക്കാണ് മാനസിക രോഗം. ഒരാൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മയെ വിളിച്ച് നിനക്ക് ഭ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കും. അതാണ് പാരന്റിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പഠിപ്പിച്ച് വിടുന്നത്? അച്ഛനും അമ്മയും ഒരു മക്കളെ എങ്ങനെയാണ് പഠിപ്പിച്ച് വിടുന്നത് എന്നുള്ളത്, അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. ഇത്ര ഉളുപ്പുണ്ട് നിനക്ക്. അതായത് തന്തയും തള്ളയും ഇല്ലാത്തവർ പോയി ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ അച്ഛനും അമ്മയെന്ന് വിളിച്ചാൽ പറയാൻ നീ ആരടി? നീ ആരാണ്? നീ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിന്റെ വീഡിയോയ്ക്ക് താഴെ നിന്റെ അമ്മയുണ്ടല്ലോ, സിന്ധു അമ്മ എന്ന് വിളിച്ചുകൊണ്ട് കുറെ എണ്ണം കണയുന്നുണ്ട്, മോങ്ങുന്നുണ്ട്. അയ്യോ സിന്ധു അമ്മ സൂപ്പർ. അവർക്കെല്ലാം വായടച്ച് കിട്ടിയ മറുപടിയാണ്. നിനക്കൊക്കെ അങ്ങനെ വിളിക്കുന്നവർക്കെല്ലാം തന്തയും തള്ളയും ഇല്ല എന്നാണ് ദിയാ കൃഷ്ണ. നിങ്ങൾക്ക് ആർക്കും തന്തയും തള്ളയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും തന്തയും തള്ളയും ഇല്ലാത്തവർ മാത്രം പോയി അച്ഛനും അമ്മയെന്ന് വിളിച്ചു. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ നിനക്ക്? ഈ ഒരു വാക്ക് വന്നിരുന്ന് പറയാൻ, അതൊന്ന് എഡിറ്റ് ചെയ്യാതെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ. ഇതിനപ്പുറം ഒരു സംസ്കാര ശൂന്യമായ ഒരു വർത്തമാനമുണ്ടോ? നീ എന്തോ വിളിച്ചോ, നീ അമ്മയെന്നോ തള്ളയെന്നോ പിന്നെ മുതുക്കിയെന്നോ തള്ളയ്ക്കോ എന്തോ വിളി, അതൊന്നും നമുക്ക് വിഷയമില്ല. മറ്റുള്ളവർ എങ്ങനെ വിളിക്കുന്നത് നീ ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ ഇനി അമ്മയും അച്ഛനും ഉള്ളവരാണോ മറ്റുള്ളവർ അമ്മയും അച്ഛനെന്ന് വിളിക്കുന്നത്, അത് തന്തയില്ലാത്തവരാണോ തള്ളയില്ലാത്തവരാണോ അങ്ങനെ വിളിക്കുന്നത്, നീ ക്ലാസ് കൊടുക്കണം, നീ അതിന് ഉപദേശവും കൊടുക്കണം. അങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്രതികരിക്കാം. കാരണം ഞാൻ പിന്നീട് എന്റെ വൈഫിന്റെ അമ്മ എന്നാണ്. അതിന്റെ അർത്ഥം നീ പറഞ്ഞാൽ എന്താണ്? എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കുന്നത്. അത് അങ്ങ് വീട്ടില് സ്വന്തം തന്ത്യാരുണ്ടല്ലോ, തന്ത്യാരെ പോയി വിളിച്ചാൽ മതി. അല്ലെങ്കിൽ തള്ളയുണ്ടല്ലോ, തള്ളയെടുത്ത് പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. നമ്മളെന്ത് വിളിക്കണമെന്ന് നമ്മളെ നീ പഠിപ്പിക്കണം. നീ തള്ളക്ക് വിളിച്ചോ, നീ ഈ പറയുന്ന
എന്നിട്ട് അമ്മായിയമ്മ തള്ളക്കി വിളിക്കുകയോ താ ചേർത്തോ പൂ ചേർത്തോ വിളിച്ചോ ഒരു വിഷയമല്ല. മറ്റുള്ളവർ എങ്ങനെ വിളിക്കണമെന്ന് നീ പഠിപ്പിക്കണ്ട. മനസ്സിലായോ ദിയ? പഠിപ്പിക്കണ്ട. എനിവേസ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. ഓമി പാവാ കൊച്ചു ചെറുക്കൻ. സത്യം പറഞ്ഞ അവൻ വളർന്നു വരുമ്പോഴാണ് നീ പഠിക്കാൻ പോകുന്നത്. അതിനെ അങ്ങനെ പഠിപ്പിച്ച് വിടരുത്. അതെങ്കിലും നേരെ ചൊവ്വ ഇത്തിരി മനുഷ്യത്വം ഉള്ളവരെ പോലെ പഠിക്കട്ടെ. ഒരു മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുക അവരെ. ഇപ്പോഴേ ഇതുപോലുള്ള കുശുമ്പുകളും പിന്നീട് വിവരക്കേടും കുത്തി നിറയ്ക്കാതെ ആ കൊച്ചു ചെറുക്കൻ്റെ അടുത്ത് മറുപടികൾ വരും. മനസ്സിലായോ? വലുതാവുമ്പോ അവനെന്ന് വരും. അവൻ കൊച്ചുള്ള അവനെ കയറി അവൻ പിന്നെ അവളെ പിന്നീട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ അച്ഛനും അമ്മയെന്ന് വിളിക്കരുതെന്നാ പറയുന്നത്. എന്ത് സാധനോടെ ഇതിനെയൊക്കെ ആണ്ടാ നീയൊക്കെ പോയി സപ്പോർട്ട് ചെയ്ത്? അയ്യോ കഷ്ടം. ഇതുപോലെ എത്രയും അഹങ്കാരം പിടിച്ചൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ അച്ഛൻ മറ്റേതാണ് കുറെ പണം മറ്റാൾക്കാരോ വലിപ്പിച്ച് കൊണ്ടുപോക്കിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ പോലീസ് വരും, പിന്നെ കേസ് എടുക്കും. മൂച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങ് നമ്മളെ പിടിച്ച് അങ്ങ് കെട്ടിത്തൂക്കി കളയല്ലേ, അങ്ങ് കെട്ടിത്തൂക്കിയിട്ട് കളയും. മനസ്സിലായോ? എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേസ് ആ ഒരു കമന്റിനുള്ളൊരു ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാരത് ഇട്ടിട്ട് അതായത് അശ്വിന്റെ അമ്മ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ അഹങ്കാരം മൂത്ത് പ്രാന്തായ ഒരു സാധനമെന്ന്. അഹങ്കാരം മൂത്ത് പ്രാന്തായത് മുമ്പേ അഹങ്കാരം ഉണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ഭർത്താവിനെ കൂടി കിട്ടി എന്നുള്ളതാണ്. അതുകൂടി കിട്ടിയപ്പോൾ അങ്ങ് തികഞ്ഞു വന്ന് കണ അങ്ങ് അടിച്ച് വിടേണ്ടി. ഞാൻ പണ്ട് ഒരു ചരക്കായിരുന്നു, പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ പണ്ട് ചരക്കായിരുന്നു, ഇപ്പൊ മുതുക്കിയായി എന്നുള്ളതാണ്. എന്റെ അഹങ്കാരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ ഈ കോലമായത്. പണ്ടേ ആ കോലം പണ്ടേ സ്വയം പൊങ്ങിയാണ്. പണ്ടേ ഇന്നാള് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഈ മറ്റേ ആ കുട്ടികളുടെ പ്രശ്നമായി വന്നപ്പോൾ അശ്വിൻ അവര് പിന്നീട് ഈ പറഞ്ഞ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും സുന്ദരിയായി ഞാൻ കിടക്കുമ്പോൾ വേറെ ആരെന്തിന് എങ്ങനെ മെസ്സേജ് അയക്കുന്നു എന്ന്. അതായത് സ്വയം ഞാനൊരു രാജകുമാരിയാണ്, എന്നെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും എന്ന് സ്വയം ധരിക്കുന്ന ഒരു മഹാവിക്ഷി വിവരമില്ലാത്ത ഒരു സാധനമാണിത്. ഞാനൊരു ചരക്കായിരുന്നു എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇത്ര പ്രതീക്ഷിച്ചപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള സിന്ധു എന്ന് പറയുന്ന താങ്കളുടെ അമ്മയും ഈ പറയുന്ന താങ്കളുടെ അച്ഛനുണ്ടല്ലോ കൃഷ്ണകുമാർ, അവരെ പറഞ്ഞാൽ മതി. കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു വിടണം, സംസ്കാരം എന്നുള്ള പഠിത്തമല്ല, പഠിത്തം വേറെ സംസ്കാരം വേറെ വിവരം വേറെ, മനസ്സിലായോ? അത് പഠിപ്പിച്ച പാരന്റിങ് എന്ന് പറയും. അതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് കമന്റ് ബോക്സിലേക്ക് പോവാം. ഓക്കെ, ഒരു കമന്റ്. അപ്പോ മോദി ഏത് വകയിലാണ് നിന്റെ കുഞ്ഞിന്റെ അപ്പൂപ്പന? ഇടയ്ക്കിടയ്ക്ക് വരും മോദി എന്റെ കുഞ്ഞിന്റെ അപ്പൂപ്പനാണ് മോദി. അത് ഏത് വകയിലടി? നിനക്ക് അപ്പൂപ്പന ഇല്ലാത്തതുകൊണ്ടാണോ, നിനക്ക് തന്ത ഇല്ലാത്തത് കൊണ്ടാണോ മോദിയെ കയറി അല്ലെങ്കിൽ അപ്പൂപ്പാൻ എന്ന് വിളിക്കുന്നത്? നോട്ട് ദ പോയിന്റ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മദേഴ്സ് ഡേ ബ്ലോഗിൽ കൂടി ഒരാൾക്ക് മദേഴ്സ് ഡേ ആണ്. പണ്ട് അമ്മ എന്ന് വിളിച്ചോണ്ടിരുന്നവരുമാണ്. ഇതൊക്കെ വിട്, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഓക്കെ. മദേഴ്സ് ഡേ ബ്ലോഗിൽ കൂടി ഒരാൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു മെസ്സേജ്. അത് തന്നെ കഷ്ടം. ഭർത്താവിന്റെ അമ്മയെ അച്ഛനെ എന്ത് വിളിക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വിഷമം ഇപ്പൊ മനസ്സിലാക്കില്ല. അത് അറിയണമെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ വരണം. കർമ്മയിൽ വിശ്വസിച്ചു കിട്ടും, ഒട്ടും കുറയാതെ തന്നെ. ഈ പറഞ്ഞ അഹങ്കാരത്തിന് തന്നെ പാപം, അഹങ്കാരത്തിന് താനെന്ന ഭാവം ഒരാളുടെ നാശത്തിനാണ്. കറക്റ്റാണ്. കർമ്മ എന്നുള്ള സാധനം ഇത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഈ പറയുന്ന താങ്കൾ ഒരിക്കൽ ഒരു അമ്മായിയമ്മയാവും, താങ്കൾ ഒരിക്കലും അമ്മുമ്മയാവും. അപ്പോഴേ ഇതൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായോ? പണ്ട് ഞാൻ ഒരു ചരക്കായിരുന്നു. ഇത് മറ്റത് ഇവനൊക്കെ എന്തിനാണെന്നും പറഞ്ഞ് നടക്കുന്നത്. സ്വന്തം അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ഒരു വികാരവും. സത്യമല്ല, പരമസത്യം, ഒരു മാറ്റമില്ല. ഈ പറഞ്ഞ കമന്റ് പരമ സത്യമാണ്. എന്തിനെ ആണ് തേങ്ങയെന്നും പറഞ്ഞ് നടക്കണമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല.
എന്നുള്ളതാണ്. ഇനി അടുത്തത് കണ്ടമ്മ, ഇതിന്റെ ഒരു തമ്പായിരുന്നു മദേഴ്സ് ഡേ സ്പെഷ്യൽ വിത്ത് അമ്മായിയമ്മ. അവിടെ എന്തിനാ ഒരു അമ്മ കൊടുത്തത്? വോട്ട്. സിന്ധു കൃഷ്ണയുടെ ബ്ലോഗിന് താഴെ ചെന്ന് കിടന്ന് സിന്ധു അമ്മായി എന്ന് മോങ്ങുന്ന എല്ലാ പാൽക്കുപ്പികൾക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. വെരി ഗുഡ്. മനസ്സിലായ? അൺസബ്സ്ക്രൈബ് ഒരുപാട് പേര് അൺസബ് ചെയ്ത് പോകുന്നുണ്ട്. ഓസിയുടെ വീഡിയോ എല്ലാം കാണുന്നുണ്ടായിരുന്നു, പക്ഷെ പറയാതിരിക്കാനും പാടില്ല. ഇപ്പോ പറഞ്ഞത് അഹങ്കാരം തന്നെയാണ്. ഇനി അതിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അഹങ്കാരത്തിന്റെ കൊടുമുടിയില്. മനസ്സിലായ? മണി പിന്നെ കണ്ടോ, പിന്നെ മുമ്പിട്ട അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ടിട്ട പോസ്റ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ തീരെ ഇത്രയേ ഉള്ളൂ. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ. മുമ്പേ നമ്മൾ പറഞ്ഞപ്പോ നമ്മളെല്ലാം കൂടി പൊങ്കാലിടാനായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ ആയിരുന്നു കിട്ടിയത്. ഇപ്പൊ എന്തായി? അണ്ണാക്കി നിറച്ച് കിട്ടിയല്ലോ. ഇത് തന്നെ, ഇതൊന്നും അല്ല. ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഒരു കോപം സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ അപ്പുറമായിട്ട് പറയാം. കാരണം കുറെ എണ്ണം നാണവും മാനവും ഇല്ലാതെ ഇപ്പോഴും മൂട് താങ്ങി നടക്കുന്നുണ്ടല്ലോ. അവരുണ്ടാവുമെന്നറിയാം. എന്തൊക്കെ പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ മറക്കും. ഇപ്പം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ അത് 2 ലക്ഷമായിട്ട് അല്ലെങ്കിൽ മില്യൺസ് ആയിട്ട് തിരിച്ചു വരും. അതൊക്കെ തിരിച്ചു വരാനുള്ള കുടിക്കയൊക്കെ അവരേൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും നാളെ വന്ന് ഒരു സെന്റി ഇത് വിട്ടുകൊണ്ട് ഒരു സെന്റി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവരെല്ലാം കുവേന്നും പറഞ്ഞുകൊണ്ട് അവരെ മൂലം നായിക്കൊണ്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ എന്താ ആയിക്കോട്ടെ, മറ്റവൻ രക്ഷപ്പെട്ടു. അങ്ങനെ കുറെ കമന്റുകളുണ്ട്. പണ്ടത്തെ ഒരു ലൈൻ എടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഈ സാധനത്തിൽ ഇത് കാണുന്നത് തന്നെ എനിക്കിഷ്ടമില്ല. മുഖം കാണുമ്പോൾ തന്നെ പറയാം അഹങ്കാരം. ഞാൻ മറ്റേ ഉന്നത കുല ജാതയാണ്, പിന്നീട് എനിക്ക് പണമുണ്ട്, മറ്റൊന്നുണ്ട്. നമ്മളല്ല, നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ഉന്നത ജാതിയാണ്. എന്തിനും നമ്മളെ കുറിച്ച് തിരിച്ചു പറയാൻ ആരുമില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലീസ് മറ്റൊന്ന് മറിച്ച് പണം, പവർ, തേങ്ങ, കോപ്പ എന്നൊരു അഹങ്കാരമുണ്ട്. അത് ഇതോടെ തീർന്നിട്ട് എല്ലാം വേഷം തരുന്നുണ്ടല്ലോ. എല്ലാവർക്കും എതിരായിട്ട് കേസ് കൊടുക്കും. പിന്നെ പോയി കേസ് കൊടുക്കും. നമുക്ക് എടുക്കണം.